ഹായ്, എല്ലാവർക്കും അഡ്വാൻസ് ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് ഞാൻ ഒരു പോപ്കോൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊച്ചുമക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ. കൊച്ചുമക്കൾക്ക് മാത്രമല്ല, വലിയവർക്കും ഏറ്റവും പ്രിയമായ ഒരു വിഭവമാണ് പോപ്കോൺ. അപ്പോൾ ഞാൻ കുറച്ച് പോപ്കോൺ വാങ്ങി. നമുക്കിവിടെ കാട്ടാക്കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. കാട്ടാക്കട വിസ്മയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. കുറച്ച് പോപ്കോണാണിത്. കണ്ടല്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നത് പോപ്കോൺ. നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഇനി നമുക്ക് നോക്കാം. ആവശ്യമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണ വേണം, കുറച്ച് സാൾട്ട് വേണം, പിന്നെ നമ്മളെ പോപ്കോൺ. ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കട്ടിയുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്ത് മക്കൾക്ക് ചൂടോടെ കഴിക്കാൻ കൊടുക്കാം. നല്ലതാണ്. അപ്പോഴാണ് ഞാൻ ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ചു. കുക്കറിൽ ഒരു 3 സ്പൂൺ എണ്ണ വീത്തി കൊടുക്കുക. അല്പം കൂടിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള, നമ്മൾ എത്രയാണ് പോപ്കോൺ എടുക്കുന്നത് അതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇവിടെ ഇട്ടത്. എന്നിട്ട് ഉപ്പും എണ്ണയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ചെയ്യാം. ഇതിൽ ചോക്ലേറ്റ് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, എന്ത് ക്രീം വേണമെങ്കിലും നമുക്ക് ചേർത്ത് ഇത് ചെയ്യാം. എരിവിന് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. പക്ഷെ നമ്മുടെ മക്കൾ എരിവ് കൊണ്ട് കഴിക്കില്ല. പക്ഷെ ഞാൻ വൈറ്റ് കളറാണ് ചെയ്യുന്നത്. ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ടാൽ അത് മഞ്ഞ കളറിലിരിക്കും പോപ്കോൺ. നിങ്ങൾ വാങ്ങുമ്പോൾ അറിയാമല്ലോ. കുരുമുളക് പൊടി ഇടാം, മുളക് പൊടി ഇടാം. ഇതിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് അത് എണ്ണയും ഉപ്പുമായിട്ട് നല്ല മിസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും പോപ്കോണാണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം പോപ്കോൺ എടുത്തു. നമുക്കിതിപ്പം നിറച്ച് വരും. നിങ്ങളത് നോക്കുക. 1 2 പിടി പോപ്കോൺ നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്നിതാ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തത് കണ്ടല്ലോ. നമ്മൾ മിക്സ് ചെയ്ത് നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കുക്കറിൻ്റെ അടപ്പ് ലോക്ക് ചെയ്യരുത്. ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടി പൊരിഞ്ഞ് ഇങ്ങനെ പൂ പോലെ വരുമ്പം എല്ലാം പുറത്ത് കളയും. ഇങ്ങനെ പൊട്ടി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് പുറത്ത് കളയാതെ ഇരിക്കാൻ വേണ്ടിയാണ് വെറുതെ നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നത്. ഇനിയിപ്പം അത് ആയി തുടങ്ങും. വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് പോപ്കോൺ റെഡിയാവും. നമുക്ക് അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൗണ്ട് കേൾക്കാം. നിങ്ങൾ സൗണ്ട് കേൾക്കാമല്ല. ഇതിപ്പം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് എടുത്ത് കാണിച്ചാൽ ഇത് പുറത്തിങ്ങനെ തെറിക്കും. കണ്ട പൊട്ടുന്നത് കണ്ടല്ല. കണ്ട അത് തെറിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടച്ചു വയ്ക്കുന്നത്. കണ്ടല്ല, ഇങ്ങനെ പോപ്കോൺ വരും. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ. കണ്ട പോപ്കോൺ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കണ്ട പൊട്ടി സൗണ്ട് വരുന്നു. അതിനകത്ത് റെഡി ആയി തീർന്നില്ല. ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ട അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പൂ പോലെ ഇരിക്കണല്ലോ പോപ്കോൺ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടും ഇത് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ വീട്ടിൽ ചെയ്ത് കൊടുക്കാം. അതിഷ്ടമായ
പോപ്കോൺ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പോപ്കോൺ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കുരുമുളക്, അതേപോലെ ഇത് മുളക് പൊടി, ഇതൊക്കെ ഇട്ടാൽ ഓരോരോ വെറൈറ്റി വിഭവമായിട്ട് മാറും. ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. ഓക്കെ, കണ്ടല്ല, ഇതാണ് പോപ്കോൺ. നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. മക്കൾ നല്ല രീതിയിൽ തിന്നും. ഇത് ചോളം ആയതുകൊണ്ട് മക്കൾക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.